ഹായ് മക്കളെ, എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ ലൈവ് കണ്ടിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും തറവാക്കിയിട്ട് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ സെറ്റായി തരുന്നതാണ്. കുറച്ച് സിമ്പിളായിട്ടല്ല, കുറച്ചൊന്ന് ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 150 gram. അപ്പോൾ കിട്ടുമ്പോഴത്തേക്കും ഞാൻ അതിനെ മാറ്റി എഴുതുകയാണ്. അതിന് ഞാൻ മാറ്റി എഴുതുമ്പോൾ സാർ എങ്ങനെയുണ്ടാവുക? ദാറ്റ് ഈസ് എം ഇസ് ഈക്വൾ ടു എത്രയാണ്? 150 gram ആണ്. ആ 150 ഗ്രാമിനെ ഞാൻ കിലോഗ്രാമിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 3i + 4j ഇൻ ടേംസ് ഓഫ് വെക്റ്റർ ആയിട്ടാണ് തന്നേക്കുന്നത്, അല്ലെ? ഐ ജെയുടെ കമ്പോണൻസുകളായിട്ടാണ് എന്ത് തന്നേക്കുന്നത്? വെക്റ്റർ ആയിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും m/s ആണ്. സോ രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -3i + 4j അത്രയും m/s. അപ്പോൾ നോക്കി, -3i + 4j. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്താണ് ഇവിടെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ∆P ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ∆P ആണ്. ദാറ്റ് ഈസ് mv - mu നമ്മൾ എന്ത് വിളിക്കുക? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന്. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. സോ നമ്മൾ ആദ്യം എം കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ m × v - u എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ എത്രയാണ് നമുക്ക് കിട്ടുക? സോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 × 10⁻³ ഇൻറ്റു എത്രയുണ്ടാവുക? ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് സാറേ? ഫൈനൽ വെലോസിറ്റി നോക്കി, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -3i. സോ -3i - 4j. കണ്ടോ? -3i - 4j ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശേഷം മൈനസ് ആരാളുള്ളത്? ഇനീഷ്യൽ വെലോസിറ്റി 3i + 4j. സോ ഒന്ന് ഈസി ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ദാറ്റ് ഈസ് 150 × 10⁻³ ശേഷം -3i. ഓക്കെ, -3i -6i. സോ -6i -4iയും -4i. ഇതാ മൈനസ് ഇവിടെ ഉണ്ട്, അത് ഉള്ളോട്ട് വരുന്ന സമയത്ത് -4i ആയിട്ട് മാറി. സോ മൈനസ് ദാറ്റ് ഈസ് -4i എന്ന് പറഞ്ഞാൽ -8i എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് 150 × 10⁻³ -6. അതൊക്കെ തന്നെ എഴുതാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റി എഴുതിക്കോളൂ, കുഴപ്പമില്ല. 8i എന്ന് എഴുതാം. ഒന്നെങ്കിൽ മക്കളെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അത് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്നിന് വാല്യൂസ് ഇതിനെ നമുക്കിത് വിളിക്കാം. സാറേ ഇത് 150 × 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 ആണ്. 0.15 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇത് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ഇത് സാറേ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇവിടെ 3i + 4j എന്ന് പറയുന്ന വെലോസിറ്റിയോടുകൂടെ ഇങ്ങോട്ട് വന്ന ഒരാളെ ഒരു മൈനസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അയാൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വന്ന വെലോസിറ്റി 3i + 4jയും തിരിച്ചു പോകുമ്പോഴുള്ള വെലോസിറ്റി തന്നിരിക്കുന്നത് -3i + 4j എന്നാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഡയറക്ഷൻ മാത്രം തലതിരിഞ്ഞു എന്ന്. അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന പോലെ ഉണ്ടാവും. അങ്ങോട്ട് പോയ അതേ വെലോസിറ്റിയിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്, അല്ലേ? അങ്ങോട്ട് പോയ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് എന്ന് കാണിച്ചറിയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 2mu ആയിരിക്കും എന്തുണ്ടാവുക സാറേ? 2mu ആയിരിക്കും എന്തുണ്ടാവുക? ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടാവുക. 2mu എന്ന് പറഞ്ഞാൽ വന്ന വെലോസിറ്റി, പോയ വെലോസിറ്റി u തന്നെയാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക സാറേ? 2mu ആണ് ഉണ്ടാവുക എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സാർ എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? എ ബോഡി ഓഫ് മാസ് 2 kg. സോ എം തന്നിട്ടുണ്ട്, ഞാൻ സൈഡിൽ എഴുതി വെക്കുകയാണ്. ദാറ്റ് ഈസ് 2 kg ആണ്. കൂടാതെ പൊസിഷൻ തന്നിട്ടുണ്ട്, പൊസിഷൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് x(t) = എത്രയാണ് നോക്കാം നമുക്ക്? ദാറ്റ് ഈസ് pt + qt² + rt³ എന്നാണ്, അല്ലേ? വളരെ രസകരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ള നമ്മളോട് എന്താ വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. t = 2 സെക്കൻഡ്.
എത്രയാണ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണേ ആക്സലറേഷൻ ആണ്. എഫ് = ma ആണല്ലോ, മാസ് തന്നുള്ളതുകൊണ്ട് തന്നെ ആക്സലറേഷനിലേക്ക് എത്തണം. പൊസിഷനാണ് തന്നേക്കുന്നത്. സോ ആക്സലറേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. പൊസിഷനാണ്, ഇനി വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക കേട്ടോ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക നമ്മൾ. സോ ഡെറിവേറ്റീവ് എടുക്കുന്നത് കണ്ടോ, ഈക്വൽ ടു പി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ്. പി കോൺസ്റ്റൻ്റ് ആണ്, ടി ആണ് വേരിയബിൾ. സോ അതിൻ്റെ ആൻസർ പി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യൂ ടി സ്ക്വയർ. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t ആണ്. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t ആണ് എന്ന് മനസ്സിലാക്കുക. സോ 2 ഇൻറ്റു ക്യൂ ടി പ്ലസ് ടി ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ. സോ 3r t സ്ക്വയർ. ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്ന ആൾ. സോ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കുന്ന വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് dv/dt ആണ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൽ കൂടത്തിൽ ഇത് കോൺസ്റ്റൻ്റ് ആയ ആളായതുകൊണ്ട് സോ അയാൾക്ക് മാറ്റമൊന്നുമില്ല, 0 ആണ്. സോ 2qtൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സാർ എത്ര ഉണ്ടാവുക, ദാറ്റ് ഈസ് 2q ഉണ്ടാവും പ്ലസ് 3rt സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സാറേ 3 ഇൻറ്റു 2 6 ആയി, 6rt എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 6rt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ശരിയല്ലേ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആണ് ഇത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടെ ആക്സിലറേഷൻ എത്രയാണെന്നല്ല ചോദിച്ചത്, ഫോഴ്സ് ആണ്. ആർ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആർ, റൈറ്റ്, ദിസ് ഇസ് ആർ. ആർ ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്, സോറി സെക്കൻഡ് റേസ് ടു -3 ആണെന്ന് തന്നിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു 5 മീറ്റർ സെക്കൻഡ് റേസ് ടു -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ചോദിച്ചേക്കുന്നത് നമ്മളോട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കുക. 2 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്, 4 ആണ്, പ്ലസ് 6 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മുടെ 5 ആണ്, ഇൻറ്റു എത്രയാണ്, ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 സെക്കൻഡ് ആകുന്ന സമയത്താണ്. ടി = 2 സെക്കൻഡ് എടുത്ത് നോക്കുക. ദിസ് ഇസ് ആക്സിലറേഷൻ = 8 പ്ലസ് എത്രയാണ് വരുന്നത്, 6 5 30 64. ദിസ് ഇസ് that is 72, right, 60 plus 68 അല്ലേ, 68 ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദ ആക്സിലറേഷൻ എത്ര കിട്ടി, ദാറ്റ് ഈസ് 8 plus 60 അല്ലേ, യെസ് 8 plus 60 ദാറ്റ് ഈസ് 68 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് നമുക്ക് ഓൾറെഡി അറിയാം 2 കിലോഗ്രാം ആണ്. സോ 2 ഇൻറ്റു 68 ദാറ്റ് ഈസ് 136 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 136 ന്യൂട്ടൺ. സോ 136 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ ബോഡി വിത്ത് എ മാസ് 5 കിലോഗ്രാം ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് F is equal to എത്രയാണ്, that is -3i plus 4j Newton if its initial velocity at t equal to 0 is v. അത് u എന്ന് വിളിക്കാം നമുക്ക്. u ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, that is 6i minus 12j ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫോഴ്സ് തന്നിട്ടുണ്ട്, that is -3i plus 4j ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്, ടൈം അറ്റ് വിച്ച് ഇറ്റ് വിൽ ജസ്റ്റ് ഹാവ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ, വെലോസിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. എക്സ് ആക്സിസിലൂടെയുള്ള വെലോസിറ്റി 0 ആവുന്നത് ഏത് സമയത്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ എത്ര സെക്കൻഡാണ്, 10 ആണോ, 2 സെക്കൻഡ് ആണോ, 15 ആണോ, അല്ലെങ്കിൽ അങ്ങനെ പരിപാടി ഇല്ലേ, നെവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഫൈനൽ v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാലോ. സോ v equal to u plus at അപ്ലൈ ചെയ്യാലോ. ആക്സിലറേഷൻ അറിഞ്ഞുകൂടാ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തുള്ളത് ഫോഴ്സ് ബൈ മാസ് അല്ലേ, ഫോഴ്സ് അപ്പോൺ മാസ്. അപ്പോൾ ഫോഴ്സ് എത്രയായിരുന്നു, ദാറ്റ് ഈസ് -3i plus 4j ബൈ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 5 കിലോഗ്രാം അല്ലേ, 5 കിലോഗ്രാം. ഫൈൻ. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കിട്ടി. സോ ആക്സിലറേഷൻ നമുക്ക് കിട്ടി അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഫൈനൽ v ഈക്വൽ ടു u പ്ലസ് at എന്ന് പറയുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജസ്റ്റ് നോക്കിയേ, u എത്രയാണ്, 6i minus 12j
പ്ലസ് ആക്സിലറേഷൻ ദാറ്റ് ഈസ് മൈനസ് 3i പ്ലസ് 4j ബൈ 5 ഇൻറ്റു ടി. ശരിയല്ലേ? ഇൻറ്റു ടി. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ ഫൈനൽ വെലോസിറ്റി കിട്ടി. ഈ ഫൈനൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈമാണ് ഏത് ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാകുമ്പോൾ ആണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഐ കമ്പോണൻറ്റുകളൊക്കെ ഒരുമിച്ചെടുക്കണം. അതാണല്ലോ നമ്മൾ ഐ കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് എക്സ് ഡയറക്ഷനിലുള്ളത്, വൈ ഡയറക്ഷനിലുള്ള ജെ കമ്പോണൻ്റ് ആണ്. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു 6i മൈനസ് 12j മൈനസ് ഇത് പറഞ്ഞാൽ 0.6 ഐ ക്യാപ് മൈനസ് 0.8 ജെ ക്യാപ് അത്രയും ടി എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒരുമിച്ച് ഒരേ ടേമുകൾ എടുത്തു നോക്കാം. 6i മൈനസ് 0.6i പ്ലസ് ജെ കമ്പോണൻ്റ് ഇതാ മൈനസ് 12 പ്ലസ് എത്രയാണുള്ളത് 0.8 ടി. ഒരു ടീൻ്റെ കുറവുണ്ടല്ലോ ഇവിടെ മക്കളെ, ഒരു ടീൻ്റെ കുറവുണ്ടല്ലോ ഇവിടെ ടീൻ്റെ. യെസ്, അത്രയും ജെ ക്യാപ്. സോ നമ്മുടെ ആവശ്യം എന്താണ്? എക്സ് ഡയറക്ഷനിൽ മാത്രം, വൈ ഡയറക്ഷനിൽ മാത്രമേ പാടുള്ളൂ എക്സ് ഡയറക്ഷൻ 0 കൊടുക്കുക. അതായത് 6 മൈനസ് 0. അതായി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഐ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ടേം ആരാണ്? 6 മൈനസ് 0.6 ടി ഈക്വൾ ടു എത്ര എന്ന് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. 6 is equal to 0.60 എന്ന് കിട്ടും. അതായത് ടി is equal to എത്ര എന്ന് കിട്ടും? ദാറ്റ് ഈസ് 6 by 0.6 ദാറ്റ് ഈസ് എത്ര എന്ന് കിട്ടും? നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് 10 seconds. 10 സെക്കൻഡ് ആവുന്ന സമയത്ത് നമുക്ക് എക്സ് ഡയറക്ഷനിൽ എന്തുണ്ടാവില്ല? വെലോസിറ്റി ഉണ്ടാവില്ല. വൈ ഡയറക്ഷനിൽ മാത്രമായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനിയും ക്വസ്റ്റ്യൻസുകൾ വേണമെങ്കിൽ ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. ബൈ.